ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൺമണി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. മിട്ടു രാവിലെ എണ്ണിച്ച് എൻ്റെ മടിയിൽ കയറി ഇരിപ്പുണ്ട്. മിറ്റുഷേ ഹായ് പടിഞ്ഞി മിറ്റു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഉറങ്ങിക്കൊണ്ട് കിടന്നപ്പോഴത്തേനും ഭയങ്കര സൗണ്ട്. ഞാൻ വിചാരിച്ചിനി മീൻകാരൻ വന്നതായിരിക്കും, മീൻ വണ്ടി വരുമ്പോഴത്തേക്കും പോപ്പോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗണ്ട് കേൾക്കും, ഇനി അതായിരിക്കും എന്ന് വിചാരിച്ചു. എന്നിട്ടും കുറേ ആയിട്ടും ഈ സൗണ്ട് പോകുന്നില്ല. സാധാരണ മീൻകാരൻ വന്ന് കുറച്ച് ഹോൺ അടിച്ചിട്ട് മീൻ വാങ്ങുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ട് അങ്ങ് പോവും. ഇത് കുറേ ആയിട്ടും സൗണ്ട് കേൾക്കുന്നതല്ലാതെ മീൻകാരൻ പോകുന്ന ലക്ഷണമില്ല. പിന്നെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എണ്ണിച്ച് വന്നപ്പോഴത്തേക്കിനും അച്ഛൻ പറഞ്ഞ് അവിടെ അപ്പുറത്ത് മയിൽ വന്ന് നിൽപ്പുണ്ടെന്ന് തോന്നുന്നത്. അങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട് ഒരു മയിൽ വന്ന് നമ്മുടെ ആ തോട്ടത്തിൽ നിൽക്കുന്നത്. അങ്ങനെ ഞാൻ മയിലിനെ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മിട്ടുവും മയിലിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ മയിലിന് കുറച്ച് അരിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അരിയൊക്കെ നിന്ന് തിന്നുന്നത് നിങ്ങൾക്ക് കാണാമായിരിക്കും. അത്രയും ദൂരം ആയതുകൊണ്ട് നല്ലതായിട്ട് കാണാവോ എന്നറിയത്തില്ല. എന്നാലും കൊത്തിപ്പറക്കുന്നത് അരിയാണ് കേട്ടോ. ഒരു പാത്രത്തിലിട്ട് കൊടുത്ത അരിയാണ്. അതിവിടെ ഇങ്ങനെ കറങ്ങി കരഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. എന്തൊരു സൗണ്ടല്ലേ മയിലിൻ്റെ. ഞാൻ ആദ്യമായിട്ട് മയിലിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. എന്തായാലും കൊള്ളായിരുന്നു. പിന്നെ അങ്ങോട്ട് അടുക്കളയിലോട്ട് കയറിയിട്ട് എൻ്റെ യുദ്ധം അങ്ങോട്ടങ്ങ് തുടങ്ങി. ജോലിയേ. പിന്നെ അങ്ങോട്ട് ജോലിയുടെ ഒരു ബഹളമായിരുന്നു. വൈകിട്ടായപ്പോഴത്തേക്കിനും നന്ദുൻ്റെ ഒക്കെ അവിടോട്ട് പോയപ്പോഴത്തേക്കിനും അവരവിടെ ഭയങ്കര ജോലി. അത്ത ഇടാൻ വേണ്ടിയിട്ടെല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് വാ, കട്ടിയാവുന്നതിന് മുമ്പ്. ഭയങ്കര ദുരന്തം. ജോലി ചെയ്യോ അതും ഇല്ല. നന്ദുന് തളിച്ച് ശീലം ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ പിടിക്കാം ഇനി അത്. ഒരു പണിയും ചെയ്യത്തില്ല, ഇവിടെ നിന്ന് കൗണ്ടർ പഠിക്കും. കൊച്ചു പറഞ്ഞു എടുക്കാൻ വയ്യാത്ത സഞ്ചിയൊക്കെ കൊടുത്ത് ഭയങ്കര മിഠായി മണം വരുന്നല്ല. കണ്ണമുട്ടായോ? അമ്മക്ക് എങ്ങനെയാണോ വാങ്ങ അങ്ങനെ അടിക്കമ്മേ. ഒന്ന് മതിയോ? ഒരെണ്ണ മതി. കണ്ടോ ഇങ്ങനെ ഇങ്ങനെ കൈ ഇങ്ങനെ പോയിട്ട് ഞങ്ങളുടെ ഇന്നത്തെ പ്രാക്ടീസ് കഴിഞ്ഞിരിക്കുന്നു. എല്ലാരും മൂലക്കായി ഗായ്സ്. നമ്മള്
ഇന്നത്തെ പ്രാക്ടീസ് പിരിച്ചു വിട്ടിരിക്കുന്നു. ഇനി കുറച്ചു നേരം കൊതിഞ്ഞോടെ പറയാം. നിങ്ങളും കേൾക്കുന്നുണ്ടെങ്കിൽ വേഗം വായോ. ഹലോ വേണ്ട, അവരെ കെട്ടിക്കണ്ട, നിങ്ങളില്ല. ഞങ്ങൾ കൊതിഞ്ഞോടൊക്കെ പറഞ്ഞിട്ട് വരാം. അമ്മ കുറച്ച് നേരം ഞങ്ങളോട് ഡാൻസൊക്കെ കളിച്ചിട്ട് ഇതാ വീട്ടിൽ വന്നിട്ട് അമ്മയുടെ ജോലി തുടങ്ങി. അച്ചാറിടാൻ വേണ്ടിയിട്ട് മാങ്ങ അരിയാണ് കേട്ടോ. നൈനൂട്ടി ഇവിടെ എന്തോ പാച്ച് വർക്കിലാണ്. അങ്ങനെ അമ്മ അച്ചാറിടാൻ വേണ്ടിയിട്ട് മാങ്ങ അരിയാണ് ഗൈസ്. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആണ് അച്ചാർ. നൈനൂട്ടി ചെറിയ ചെറിയ ടിന്നുകളുടെ അടപ്പിലൊക്കെ എൻ്റെ പഴയ ക്യൂടെക്സ് അടിക്കുവാണ് കേട്ടോ. വേണ്ടാത്ത ക്യൂടെക്സ് അതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടിരിക്കുന്നത്. ഓക്കെ, ഗുഡ് നൈറ്റ്. ടാറ്റാണ്. അച്ഛൻ തേണ്ട ഗൈസ് ഫോണിലാണ്. അപ്പം ഞാൻ ഉറങ്ങാനായിട്ട് കയറാൻ പോവാം. മിട്ടുൻ്റെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2-3 ദിവസമായിട്ടേ മിട്ടു ഫുഡേ കഴിക്കുന്നുണ്ടായിരുന്നില്ല. മിട്ടുന് ഭയങ്കര ലൂസ് മോഷൻ. ഇന്നാണ് മിട്ടു ഫുഡൊന്ന് കഴിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഞാൻ ദാ ഉറങ്ങാനായിട്ട് പോവാണ് കേട്ടോ. കണ്ണാടി വെച്ചേക്കുന്നത് ഇതെനിക്ക് തലവേദനയ്ക്കുള്ള കണ്ണാടിയാണ്. ഞാൻ വെക്കാറേ ഇല്ല, എനിക്ക് മടിയാണ് കണ്ണാടി വെക്കാനായിട്ട്. ഇപ്പം ഫോൺ നോക്കുമ്പം കണ്ണാടി വെച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര തലവേദനയായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ കണ്ണാടി വെക്കുന്നത്. നിങ്ങൾ അങ്ങനെ എന്നെ കണ്ണാടി വെച്ച് കണ്ടിട്ടുണ്ടാകത്തില്ല. അപ്പം പെട്ടെന്ന് ഇങ്ങനെ കണ്ണാടി വെച്ച് കാണുമ്പോഴത്തേക്കിനും അയ്യോ ഇതാരാന്നുള്ളൊരു ഇത് വരുമായിരിക്കും. പിന്നെ നമ്മൾ നാണക്കേടും ചേരുവോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ തലവേദന പോകണമെങ്കിൽ കണ്ണാടി ഉണ്ടെങ്കിൽ കണ്ണാടി വെച്ചല്ലേ ഒക്കത്തുള്ളൂ, ഭംഗി നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ ഫോണൊക്കെ നോക്കുമ്പം കണ്ണാടി വെച്ചിട്ടാണ് നോക്കാറ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ.